നമസ്കാരം. കംസവധം തുടരണം. അപ്പോൾ കംസനോട് അക്രൂരൻ പറഞ്ഞു, ഇങ്ങനെ രാമകൃഷ്ണന്മാർ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. രാമകൃഷ്ണന്മാരും മറ്റോ എല്ലാവരും കൂടി കംസൻ്റെ പ്രധാന കവാടത്തിലെത്തി. എത്തിയ സമയത്ത് കുവലയം എന്ന ആന അവിടെ റെഡിയായി നിൽക്കേണ്ട. കംസൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഇന്ന പോലെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പാപ്പാൻ ഇവർ വന്ന സമയത്ത് അദ്ദേഹം രാമകൃഷ്ണന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അകത്ത് പോകണം എന്ന് പറഞ്ഞ പാപ്പാൻ എന്ത് ചെയ്തു? തേടിയ വള്ളി കാലിൽ കെട്ടി എന്ന് വിചാരത്തോടു കൂടി കുവലയനോട് പറഞ്ഞു. അതായത് കുവലയൻ പറഞ്ഞ ആനയുടെ പേരാണ് കേട്ടോ. ഈ കുവലയൻ ആരാണെന്ന് വിചാരിക്കേണ്ട. കുവലയം പറഞ്ഞ ആ കംസൻ്റെ വീട്ടിൽ രാജധാനിയിലുള്ള ആനയുടെ പേരാണ് കുവലയൻ. ഈ ആനയെ വിട്ട് ആനയോട് പറഞ്ഞു അവരെ ചവിട്ടിക്കൊള്ളാൻ പാപ്പാൻ. ആന അടുത്തെത്തിയ സമയത്ത് ബലഭദ്രസ്വാമി ഒരു കൊമ്പിലും ശ്രീകൃഷ്ണൻ മറ്റേ കൊമ്പിലും പിടിച്ച് ഗംഭീരമായി ചുരുട്ടി ഒരറ്റ കയറും. രണ്ട് കൊമ്പും പിഴുത് ആന മലർന്നു. അവർ നേരെ അവിടെ മല്ലയുദ്ധത്തിന് തയ്യാറാക്കിയ ഒരു സ്റ്റേജുണ്ട്. ആ സ്റ്റേജിലെ രണ്ട് മല്ലന്മാർ നിൽക്കുന്ന മൊത്തം 5 പേരാണ്. മുഷ്ടികൻ, ചാണൂരൻ, കുടകൻ, ശലൻ, തോശലൻ, ഇങ്ങനെ 5 പേരാണ് ഇരിക്കുന്നത്. അതായത് മുഷ്ടികൻ, ചാണൂരൻ ഇവർ 2 പേരാണ് പ്രാധാനികൾ. അത് കഴിഞ്ഞാൽ കുടൻ, ശലൻ, തോശലൻ, ഇങ്ങനെ 5 പേര്. അപ്പോൾ ആദ്യം തന്നെ ഇരിക്കുന്ന മുഷ്ടികനാണ് നിൽക്കുന്നത്. ഈ മുഷ്ടികൻ നിന്ന് നല്ല ആരോഗ്യത്തോട് മത്സരിക്കുന്ന സമയത്ത് തന്നെ ബലഭദ്രസ്വാമി നേരെ അങ്ങ് പോയി മുഷ്ടികനായിട്ട് ഒരു മല്ലയുദ്ധം നടത്തുന്നത്. മുഷ്ടികനെ പിടിച്ച് തൂക്കി ഒരറ്റ കയറി. മുഷ്ടികൻ അവിടെ വീണു. തലയ്ക്ക് ഒരു ചവിട്ടും കൊടുത്തു മുഷ്ടികൻ ബലഭദ്രസ്വാമിയുടെ ഇത് കൊണ്ടു. അടുത്ത ചാരുണൻ തയ്യാറായി നിൽക്കുകയാണ്. അവിടെ കൃഷ്ണനെ കണ്ട സമയത്ത് നേരെ കൃഷ്ണനെ പോയി പിടിക്കാൻ പോയ സമയത്ത് 2 കൈ കൊണ്ടും കൃഷ്ണൻ അയാളുടെ കൈകൾ പിടിച്ചെങ്ങനെ തിരിച്ച് ദ്വന്ദ്വയുദ്ധം നടത്തി. ദ്വന്ദ്വയുദ്ധം അല്ലാതെ സത്യത്തിൽ ദ്വന്ദ്വയുദ്ധം പറയണം കുറച്ചു നേരം നിൽക്കും. ഇത് അതിനൊന്നും വേണ്ടി വന്നില്ല. ചാരുവൻ തൻ്റെ ശരീരബലം കാട്ടുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ കൈകാലം പിടിച്ച് വേർപ്പിച്ച് അടിച്ചു കഴിക്കും. അത് കഴിഞ്ഞ സമയത്ത് തോശലം വന്നു. അദ്ദേഹം ഇതുപോലെ പറഞ്ഞു. ഇത് രണ്ടും കണ്ട സമയത്ത് എന്താണ്, ബാക്കിയുള്ള മല്ലന്മാരെ ഇനി നമ്മുടെയും ഗതി ഇത് തന്നെ ആയിരിക്കും പറഞ്ഞ് കംസന് വിവരം കിട്ടി. കംസൻ അവിടെ തന്നെ ഉണ്ട്. കംസൻ മറ്റൊരു രാജധാനിയിൽ ഇങ്ങനെ ഇരിക്കണം. ഉടനെ കൃഷ്ണൻ ഭഗവാൻ അങ്ങോട്ട് ചാടിക്കയറി. കംസൻ്റെ നേർക്ക് ചാടിക്കയറി അവനെ കംസനെ 2 പേരും കൂടെ പിടിച്ച് കമിഴ്ത്തിയിട്ട് ഗംഭീര യുദ്ധം ചെയ്ത് കമിഴ്ത്തിയിട്ട് നെഞ്ഞിൽ നർത്തനമണി കൈകൊണ്ടിങ്ങനെ കുത്തി മുഖം പൊടിച്ച് തല പൊട്ടിച്ച് അങ്ങനെ കൊന്നു. കംസവധത്തിലും കംസനും സ്വർഗം കിട്ടിയെന്ന് പറഞ്ഞു. കാരണം എന്താകുമോ, കംസൻ്റെ മരണം ഈ വേട്ടാളനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കീടം എപ്പോഴും വേട്ടാളൻ കാരണം അതിൻ്റെ ശത്രുവാണല്ലോ. അതിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റിൽ വേട്ടാളനായിത്തീരുന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ കംസൻ എപ്പോഴും കൃഷ്ണൻ്റെ വിചാരമേ ഉള്ളൂ. നല്ല രീതിയിലാണെങ്കിലും ചീത്ത രീതിയിലാണെങ്കിലും കൃഷ്ണ എന്ന് എന്താ അറിയോ, എപ്പോൾ ഇയാൾ കൊല്ലാൻ വരുന്നുണ്ടോ എന്നാണ്. ആരെ കണ്ടാലും കൃഷ്ണനാണെന്നൊരു അയ്യോ കൃഷ്ണൻ വന്നു തന്നെ കൊല്ലാൻ വന്നു ആരെങ്കിലും പെട്ടെന്ന് വിളിച്ചാൽ അയാളാണെന്നുള്ള തോന്നും. അപ്പോൾ ശരിയായ ഭക്തിയേക്കാളും കൂടുതൽ ഭക്തനാണ് അയാൾ. എന്താ രീതി, അദ്ദേഹത്തിൻ്റെ വിചാരം എന്തു തന്നെ ആയാലും മനസ്സ് എപ്പോഴും മരണം വരെ കൃഷ്ണ എന്നാണ് എപ്പോഴും. അതുകൊണ്ട് അദ്ദേഹത്തിന് സായുജ്യം ലഭിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എന്താ അറിയുള്ളത്, ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഏത് വിധമെന്നില്ല, അവർക്ക് തീർച്ചയായും അതിൻ്റെ ഫലം കിട്ടും. ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റായി പറയുന്നത്, ദുഃഖങ്ങൾക്കിടയിൽ നമ്മൾ മറക്കരുത് ഈശ്വരൻ. എപ്പോഴും എനിക്ക് ആ ദുഃഖം വന്നു, എനിക്ക് എന്ത് ഭഗവാനാണത്,
ഞാൻ ഇത്രയൊക്കെ പായസം വയ്ക്കുന്നുണ്ട്, പാലഭിഷേകം ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ദിവസവും അമ്പലത്തിൽ പോകുന്നു, എന്നിട്ടും എനിക്ക് ഈ ദുഃഖം ഭഗവാൻ തരുന്നുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കരുത്. പക്ഷേ നമ്മൾ മനുഷ്യരാണ്, ദേവന്മാരല്ല, ഋഷീശ്വരന്മാരല്ല. നമ്മൾ വിചാരിച്ചു എന്ന് വരും, അത് തെറ്റല്ല. പക്ഷേ അങ്ങനെ വിചാരിക്കേണ്ട. അദ്ദേഹം നിങ്ങളെ പരീക്ഷിക്കുകയായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലമായിരിക്കും. പക്ഷേ വിളിച്ചാൽ വിളി കേൾക്കും, അതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷിച്ചേ പറ്റൂ, യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട, മുറുക്ക പിടിച്ചോളും, വിടുകയോ വേണ്ട അദ്ദേഹത്തിന്, ഒരിക്കലും വിടരുത്. ഇതൊക്കെ പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. എത്രത്തോളം പരീക്ഷിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ വിളിക്കും. അപ്പോൾ പക്ഷേ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യനുള്ള വികാരങ്ങൾ എല്ലാവരും നമുക്കുണ്ടാവും. അതുകൊണ്ട് നമ്മളത് ചെയ്തു എന്ന് വരില്ലേ. എന്ത് കൃഷ്ണനാണ്, മണ്ണാങ്കട്ടിയാണ്, മറിച്ചതാണ്, അമ്പലം എന്ത്, മറ്റേതെന്നൊക്കെ പറയും, സ്വാഭാവികമാണ്. അപ്പം ഞാൻ പറയുന്നത്, ആവുന്നതും അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നമ്മളെ കൈവിടില്ലേ ഭഗവാൻ. നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം തന്നേ പറ്റൂ, തീർച്ചയായും തരും. അതാണ് ഈ ഭാഗവതം പുരാണങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. വെറുതെ ഭാഗവതം കേട്ടു അല്ലെങ്കിൽ നാരായണീയം കേട്ടു എന്നിട്ട് വീട്ടിൽ പോയി ഉറങ്ങിയതുകൊണ്ട് കാര്യമായില്ല. അതിൻ്റെ തത്വങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശരി ഏത്, തെറ്റേത്. അതായത് ചലടയിലിട്ട് നമ്മൾ അരി ചലിക്കുമ്പോൾ അതിലുള്ള പൊടിവാദങ്ങളൊക്കെ പോകുന്നു. ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ മനസ്സ് എപ്പോഴും ഈശ്വരനെ കാണുമ്പോൾ. അദ്ദേഹം നമ്മളെ ഉപദ്രവിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. ഈ ചലടയില്ലെങ്കിൽ ഈ സാധനം പുറത്തു പോവില്ല. പുറത്തു പോവോ? നിങ്ങൾ എത്ര നേരം മുതൽ പെറുക്കും, സാധിക്കില്ല. അപ്പോൾ ചലട കൊണ്ട് പെറുക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ചീത്തകളെല്ലാം പുറത്തു പോകണം. ക്രമേണ പുറത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കൈ കിട്ടുന്ന ശുദ്ധമായതായിരിക്കും. അതിന് കാരണം എന്താണ്? ഈ ചലടയാണ്, അല്ലേ? ഈ ചലടയാണ് അതിന് പ്രധാന കാരണം. അപ്പം അതിന് നമ്മൾ ഉപേക്ഷിച്ച് ഇത് ഒന്നുമില്ല പറഞ്ഞ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലോ ഒന്നുമില്ല. അതിന് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ഭഗവാനെ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ കൈവിടില്ല. ഇനി നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. കംസവദനം കഴിഞ്ഞു, കംസനെ കൊന്നു കഴിഞ്ഞു. അതിനുശേഷം കാരാഗ്രഹത്തിലുള്ള എല്ലാവരെയും അദ്ദേഹം മോചിപ്പിച്ച് വീണ്ടും ഇവരെയൊക്കെ രാജാവാക്കി. തൻ്റെ അമ്മയും അച്ഛനെയും എല്ലാവരെയും കണ്ടു, വന്നിച്ചു. അവിടെ കാരാഗ്രഹത്തിൽ കംസൻ ഒരുപാട് ആളെ കാരാഗ്രഹത്തിൽ അച്ഛനെയും മറ്റുള്ളവരെയൊക്കെ ഇട്ടിട്ടുണ്ട്. അവരെ എല്ലാവരും മോചിപ്പിച്ചു. ഈ വിവരം ജരാസന്ധൻ അറിഞ്ഞു. ജരാസന്ധൻ ആരാണ്? കംസൻ്റെ അമ്മായച്ഛൻ. അദ്ദേഹത്തിൻ്റെ 2 പുത്രിമാരെയാണ് കംസൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ തൻ്റെ മരുമനെ ഇങ്ങനെ ഒരാൾ കൊന്നു പറഞ്ഞാൽ ആർക്കെങ്കിലും സഹിക്കുമോ? അപ്പോൾ കൃഷ്ണനായിട്ട് എങ്ങനെയും യുദ്ധം ചെയ്ത് കൃഷ്ണനെ നശിപ്പിക്കണം എന്നുള്ള ഒരേ ഉദ്ദേശമായിരുന്നു. അതിനു വേണ്ടിയുള്ള പ്രാരംഭ നടപടികളൊക്കെ ആദ്യം കൃഷ്ണനെ എങ്ങനെയും ആക്രമിച്ചു കൊള്ളണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം. അത് നമുക്ക് പിന്നീട് പറയാം. നമസ്കാരം, നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കലിയുഗത്തിൽ ഇതല്ലാതെ നമുക്ക് യാതൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ശ്രേഷ്ഠന്മാരെല്ലാവരും പറയുന്നതാണ്. അതുകൊണ്ട് ഈശ്വരനെ വിശ്വസിക്കുക, ശ്രമിക്കുക, സൽക്കർമ്മം ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. കർമ്മഫലം അനുഭവിച്ചേ പറ്റുമോ. നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം കുറച്ച് അനുഭവിച്ച്, പക്ഷേ അതിൽ വ്യത്യാസങ്ങൾ വരും. ആ വ്യത്യാസങ്ങൾ നമുക്ക് തീർച്ചയായും ഇത്രമാത്രമേ എനിക്ക് പറയാം. നന്ദി, നമസ്കാരം.